One, go. ചാടി പാടി അമ്പോ മതി 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 12 ആളി മതി. നമ്മളെ ഗെയിമിംഗ് ചലഞ്ച് മത്സരത്തില് ബലൂൺ പൊട്ടിക്കുന്ന ഗെയിമാണ്. ഇവരെല്ലാരും ഇടത്തെ കാലിൽ ഞാൻ ബലൂൺ കെട്ടിയിട്ടുണ്ട്. 2, 4, 8, 10, 12, 13 ആളല്ലേ? 13 ആള് മത്സരിക്കണം. ഞാൻ പറഞ്ഞേക്ക് ചവിട്ടി പൊട്ടിക്കാം. അതായത് എങ്ങനെ വലിക്കാം, ചവിട്ടി പൊട്ടിക്കാം. ഈ വരന്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോയാല് ഒരു കാലല്ല 2 കാലും പുറത്തു പോയാലും ഔട്ടായി. ഈ വര പുറത്തുള്ള വര. പിന്നെ ഇപ്പൊ ഇവിടുന്നൊക്കെ കളിക്കാം. വെറും 3 ആളാണ് സമയത്ത്. ലാസ്റ്റ് ഇതിപ്പോ 13 ആളില്ലേ, പൊട്ടിച്ച് 3 ആളാവും. ആ 3 ആൾ ഈ കളത്തുനിന്ന് കളിക്കണം. പൊട്ടിച്ചിന് കാലുകൊണ്ട് അല്ല പത്താ ഊരടക്കി ചവിട്ടൊന്നും വേണ്ട, കൈകൊണ്ട് പൊട്ടിക്കണ്ട, കാലുകൊണ്ടൊന്നും പൊട്ടിക്കാം. പറ്റും. അന്റെ എങ്ങനെ ചവിട്ടാം. അന്റെ കാല് ഓൻ ചവിട്ടും വെച്ച് ഒഴിവാക്കി കൊടുക്കണം. ആയിക്കോട്ടെ ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. പൊട്ടിയാൾ പുറത്ത് ചാടി പാടി പൊട്ടിച്ചാക്കല പണി കുട്ടിപ്പാ വിടരുത്, കുട്ടിപ്പാ കളി പെട്ടെന്ന് കഴിയും. മാപ്പിട്ടോ മേലേക്ക് കയറ്റി കിടന്ന് കെട്ടിക്കോട്ടോ. ഓക്കെ എല്ലാ സൈഡിലും ഇത് പഠിച്ച കളിയുടെ കുട്ടിപ്പോ പുറത്തോ സംഭവം എന്താ ചെയ്താറിയോ, നമ്മൾ ഒഴിഞ്ഞു മാറിയാ തിരി ഇത്. ഓക്കെ 3 ആളാ ഇതിനുള്ളിൽ പോകേണ്ട ആവശ്യമില്ല. മോൽക്ക് കളം തന്നെ മാണ്ടിരുന്നുണ്ട് അല്ലേ? പിന്നെ വരേന്ന് പുറത്ത് വരുത്തിട്ടോ. ഇല്ല 3 ആൾ ഉള്ളിൽ കയറിയിട്ട് കാര്യമില്ല. 2 ആളാകും ഉള്ളിലാക്കാം. ഉള്ളിൽ നിൽക്കാനില്ല. ചായപ്പോ പൊട്ടിക്കണോ ഒഴിച്ചില് മാത്രമേ ഉള്ളൂ. ബലൂൺ കേറ്റിട്ടോ ആണെങ്കിൽ ബലൂമാണ് കേറ്റിട്ടോ. കാട് കാലേ അല്ലോ പറയാം. ഓക്കെ ഇവർക്ക് 3 ആക്കി വട്ടം കൊടുത്തിട്ട് കാര്യമില്ല. ആ വട്ടം കഴിയൂല. ഒരു പരിധി കഴിഞ്ഞാൽ ടൈമർ നോക്കും.
പുറത്തോട്ട് കളിക്കട്ടെ. വാണിങ് വാണി ഇനി പുറത്തു പോയ ഫോളോ കേട്ടോ. ടൈമർ വെക്കട്ടെ. ബലൂൻ ആരെ പുറത്ത് കൊണ്ടായി നിനക്കറിയില്ല. പാക്കറ്റ് കൊടുക്കേ അത് വലുതല്ലേ അതേപോ അത് പോടാ ഒത്തിരി നിർപ്പിക്കേ ആര് ബലൂനാ പോയത്? ആരതാണ് കുട്ടിണ്ട സായിട്ടാ ബലൂൺ കയറ്റി കെട്ടിക്കട്ടെ. സായിട്ടാ കത്തിയോടെ ഓക്കെ. പിന്നെ ഇനി ഒരു പരിധി കഴിഞ്ഞാൽ ടൈമർ ഒക്കെ കൂട്ടോ. നിങ്ങളുടെ ഈ കളത്തിൽ നിന്ന് തീരെ കഴിയില്ല, അതുകൊണ്ടാണ് വലിയ കളാക്കിയത്. ഓക്കെ, ടൈമർ വെച്ചിട്ട് ഒരേ മൈലാണെങ്കിൽ മൂന്നാൾക്ക് ഒരേ പ്രൈസ് കേട്ടോ. ഓക്കെ ആ തുടങ്ങി. രണ്ട് കാലം ഇരത്തുമാര് വലത്തി ചോട്ടറാ ഹലോ അതിൻ്റെ ഉള്ളിൽ കളിച്ചാൽ അറിയോ കാലുമുറി. അതിൻ്റെ ഉള്ളിൽ കളിച്ചാൽ വല്ല കളി പൗള് കൂടും. അവര് ഇനി അന്റെ ഫോൺ എടുത്ത് വെച്ചേ, അന്റെ ചെരുപ്പിട്ട് വെച്ചിട്ടോ. ഇനി പുറത്തേ ഫോളോ കേട്ടോ. തുടങ്ങിക്കോളി. നീ രണ്ടാളി കളി നീ കള്ളിന്ന് പുറത്തേ ഔട്ടാട്ടോ. കള്ളിന്ന് പുറത്ത് വരുന്നത് മണി ചെരുപ്പ് മണി വിട്ടാളെ ഉണ്ടാവും. ഓക്കെ റൗണ്ട് പുറത്ത് ഔട്ട് ഔട്ടായി ഔട്ടായിട്ട് പുറത്തൗട്ടായി. അപ്പൊ കുട്ടി വിജയിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിലോ പുറത്തു പോയതുകൊണ്ട് ഇവനെ വിജയമായിട്ട് തെരഞ്ഞെടുത്ത്. ഇതില് മൂന്നാളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. സാജുട്ടിന് മാഷ്, പിന്നെ അതിന്റെ പേര് പൈസ. ഇവർക്ക് മൂന്നാൾ കൂടുതൽ ചെറിയൊരു ക്യാഷ് പ്രൈസ് നമ്മൾ കൊടുക്കുക. സായിട്ട് നല്ല ഒഴിഞ്ഞു കളിച്ചിടല്ലേ. ഈ ഒരു കളി നല്ല പരിചയം ഉണ്ട് സായിട്ട്. മാറൂപ്പാ അപ്പൊ ഇതില് കളിയിലെ തേർഡ് പ്രൈസ് നേടാ നമ്മളെ സാജുട്ടിന്. നമ്മളെ പോയ മോനെ
ചെറിയൊരു ക്യാഷ് പ്രൈസ്. ഓക്കെ ഓക്കെ. സെക്കൻഡ് പ്രൈസ് നേടിയ ഫായിസ് മോൻ നമ്മളെ മകേഷ് കൊടുക്കും. മകേഷാണ് ചെറിയൊരു ക്യാഷ് പ്രൈസ് കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ ശരി. വലു കൊണ്ടുപോയി തീർക്കല്ലേ കുട്ടി. വാ മാഷിന് സമ്മാനം കൊടുക്ക. അപ്പൊ ഈ ഫസ്റ്റ് പ്രൈസ് നേടിയ നമ്മളെ മാഷിക്ക് നമ്മളെ കുട്ടിപ്പേണ് ഒരു ചെറിയൊരു സമ്മാനം കൊടുക്കും. ചെറിയൊരു ക്യാഷ് പ്രൈസ്. അപ്പൊ ഈ ഒരു കളി ഇവിടെ വൈൻഡപ്പ് ചെയ്ത് ഈ ഒരു കളി ഉണ്ടല്ലോ, നമ്മൾ ഈ ഒരു കളി താൽക്കാലികമായിട്ട് വെച്ചതാ. ഞാൻ സാധാരണ ഈ ഒരു ഗെയിം ഇന്ന് ഒരുപാട് സെറ്റപ്പിൽ ഗെയിം വെക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ സെറ്റപ്പായിട്ട് ഗെയിം നമ്മൾ രാവിലെ ഒരുങ്ങിയിട്ട് വൈകുന്നേരം നേരത്ത് മഴ പെയ്യും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാ, ഇപ്പൊ ഒന്ന് ചെറിയൊരു ഇത് കിട്ടിയപ്പോ താൽക്കാലിക ഒരു ഗെയിം പെട്ടെന്ന് തട്ടിക്കൂട്ടിയാണ്ട് റെഡിയാക്കിയാണ്. അപ്പൊ നമ്മളെ ചാനലിൽ അടിപൊളി ഗെയിം ഇനി വരും. അപ്പോൾ ഇനി രാവിലെ ഒരുങ്ങിയിട്ടുള്ള നല്ല അടിപൊളി ഗെയിമായിട്ട് നമ്മളെ ANR ഗെയിമിംഗ് ചലഞ്ച് എന്ന ചാനൽ വരും. അതേപോലെ നമ്മളെ യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആളുകൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും നമ്മൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത അടിപൊളി വീഡിയോയിൽ കാണുന്നവരെല്ലാവരോടും ഓക്കെ ബൈ. ശരി.